മെനപ്പോസിൻ്റെ മാത്രമല്ല, പീരീഡ്സിൻ്റെ സമയത്തുള്ളത് കേട്ടിട്ടില്ലേ? PMDD PMS എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് ക്യുസാറ്റാണ് ലേഡീസിന് ലീവ് അനുവദിച്ചു കൊടുത്തത്. അതിന് പക്ഷേ പേഴ്സണലി ഞാൻ എഗൻസ്റ്റ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ അത് സ്ത്രീകളെ പിന്നെയും പുറകോട്ട് വലിക്കുന്ന ഒരു പിന്തിരിപ്പൻ നയം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് ശാരീരിക പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും പുരുഷനോടൊപ്പം തന്നെ മുന്നിട്ട് നിൽക്കാൻ അവളെ എക്യുപ്ഡ് ആക്കി എടുക്കണം, കെൽപ്പുള്ളവലാക്കി എടുക്കണം, അല്ലാതെ ലീവ് എടുത്ത് വീട്ടിൽ പോയി ഇരിക്കാനല്ല. എന്നാൽ PMDD ഉള്ളപ്പോൾ അല്ലെങ്കിൽ PMS ഉള്ളപ്പോൾ ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ മെഡിക്കൽ ലീവ് അവൈൽ ചെയ്യാം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു ലീവ് അവൈൽ ചെയ്യുകയല്ല വേണ്ടത് എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ സൂയിസൈഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നോക്കിയാൽ പോലും ഈ പീരീഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, മെൻസ്ട്രുവേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള അറ്റംപ്റ്റ്സ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഈ മൂഡ് റിസർക്കുലേഷൻ കാരണം അറ്റംപ്റ്റ്സ് വളരെയധികം കൂടുതലായിരിക്കും. മെനോപോസിൻ്റെ സമയമാകുമ്പോൾ ഈ ഹോർമോൺ എല്ലാം പതുക്കെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങുമ്പോൾ ഡിപ്രഷനുള്ള സാധ്യത ഏറെയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് മൂടിയാകുക, ദേഷ്യം വരിക, അരിശം വരിക, സങ്കടം വരിക, വേണ്ടാത്ത ചിന്തകൾ, ജീവിക്കേണ്ട അങ്ങനത്തെയൊക്കെ ചിന്തകൾ വരിക, ഹോട്ട് ഫ്ലഷസ്, ഭയങ്കര ചൂട് തോന്നുക, അല്ലെങ്കിൽ ദേഹം മുഴുവൻ പൊള്ളുന്ന പോലെ തോന്നുക. അങ്ങനെ ഓരോ സ്ത്രീകൾക്കും ഓരോ തരത്തിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അവരതിനോടങ്ങ് യോജിച്ച് യൂസ്ഡായി അതങ്ങ് ശരിയായി പോകാറുണ്ട്. പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഒരു മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം വല്ലാതെ അവരെ ഉറക്കത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനിങ് കപ്പാസിറ്റിയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നില്ല, കുടുംബ ബന്ധങ്ങളിൽ വരെ ഒലച്ചിലുണ്ടാകുന്നു ഈ ഒരു മെനോപോസൽ ഇഷ്യൂസ് കാരണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കെങ്കിലും മെഡിക്കേഷൻ ആവശ്യമാണ്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്.